ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ അഭിയെ തളയ്ക്കാൻ വേണ്ടിയിട്ട് ആ ബാബു മന്ത്രവാദിയൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം കളമൊക്കെ ഒരുക്കി വെച്ചിട്ട് ആ ഒരു ബാധ കയറി പെൺകുട്ടിയെ എവിടെയെന്ന് ചോദിക്കാൻ കേട്ടോ. ആ സമയത്ത് നമ്മുടെ ശിവ അങ്ങോട്ട് വരുന്നുണ്ടോ, ഈ കുട്ടിയാണോ ബാധ കയറിയിട്ടുണ്ടായിരുന്നത്, എന്താണോ തനിക്ക് വേണ്ടത്? അപ്പോഴത്തേനും ആ ശിവയ്ക്കാണെങ്കിലോ ഇതിലൊന്നും ഒട്ടും വിശ്വാസമല്ല. നിന്നെ ഞാൻ തളച്ചോളാം, നീ എനിക്ക് അഹങ്കാരമായിട്ട് കുറച്ച് സംസാരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അയ്യോ, ഇവൾ ഞങ്ങളുടെ ഫ്രണ്ടാണ്, ഇതല്ല ബാധ കയറി കുട്ടി വേറെയാണെന്ന് പറയുന്നു. പക്ഷേ ഈ കുട്ടിയുടെ കണ്ണിലുണ്ടല്ലോ ഒരു പ്രത്യേക തിളക്കം, അത് ഞാൻ ഇവിടുന്ന് പോകുമ്പോഴത്തേനും അവസാനിപ്പിച്ച് കൊടുത്തോളാമെന്ന് ബാബു സ്വാമി പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് പെട്ടെന്ന് തന്നെ ആ ബാധ കയറിയ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അത് തമിഴ്ത്തിയായി ചേല ചുറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും അത് തടുക്കാൻ സാധിക്കില്ല എന്നും പറയുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ ആ ദയ വരുന്നുണ്ട്, ദയോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ ശിവ. അപ്പോൾ ഇങ്ങനത്തെ കാര്യത്തിലൊന്നും എനിക്ക് ഒട്ടും വിശ്വാസമില്ല ദയ, അതാണ് ഞാനിങ്ങനെ പുറത്ത് വന്ന് നിൽക്കുന്നത്. ഇത് നല്ലതാടോ, കാരണം അബിക്ക് ഇതൊരു അത്യാവശ്യമുള്ള കാര്യമാണ്, നമുക്ക് നോക്കാന്നേ. എനിക്ക് അബിയോട് സംസാരിക്കണം, അത് കാഞ്ചനയായിട്ട് അബി വരുന്ന സമയത്ത് വേണം എനിക്ക് സംസാരിക്കാൻ എന്നും പറയുന്നുണ്ട്. ആ സമയത്ത് ധനപാലനും അതുപോലെ വസുന്ധരയും കൂടി പ്രാർത്ഥിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വരാനായിട്ട് മല്ലിക അങ്ങോട്ട് പറഞ്ഞയക്കുന്നുണ്ട്. അബി നല്ല ഉറക്കത്തിലുമാണ് കേട്ടോ. അങ്ങനെ സ്വാമി എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെന്ന് തമിഴ് സംസാരിക്കുമ്പോൾ നീയാണടി തമിഴെത്തി എന്ന് പറഞ്ഞിട്ട് പ്രേതത്തിന് മനസ്സിലായെന്ന ലുക്കിൽ തന്നെ നമ്മുടെ ബാബു സ്വാമി സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മല്ലികയുടെ മേത്ത് ഒരു പുഷ്പങ്ങളൊക്കെ വാരിയിടുന്നുണ്ട്, മല്ലികപ്പൂവൊക്കെ. എന്താ മല്ലികപ്പൂവൊക്കെ, ഇനിയോട് സ്വാമി, ഇനിയോട് സ്വാമി എന്ന് പറയുന്നു. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി എന്ന് പറഞ്ഞിട്ട് അയാളുടെ വിചാരം മല്ലികയാണ് പ്രേതം എന്നുള്ളതാണ്. അതിനുശേഷം തന്നെ നമ്മുടെ ദയയാണെങ്കിലോ എല്ലാവരോടും കൂടി സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ അബിയുടെ കുറിച്ച് തന്നെയാണ്. അബിക്ക് ഒരു പാസ്റ്റ് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്, അത് നിങ്ങൾക്കറിയില്ല. കാരണം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച് വളർന്നവരാണ്, അടുത്താണ് ഞങ്ങളുടെ വീടും. അബി ഒരുപാട് ഇൻസൾട്ടിങ് സഹിച്ച ഒരു കുട്ടിയാണ്. കാരണം ചെറുപ്പം മുതലേ ഓവറായിട്ടുള്ള ആ ബോഡി വെയിറ്റ് കാരണം എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് ജീവിച്ചവളാണ് അബി. വീട്ടുകാരിൽ നിന്നും അതുപോലെ നാട്ടുകാരിൽ നിന്നും എല്ലാവരുടെയും കുത്തുവാക്കുകളും ഓവറായിട്ടുള്ള ഭക്ഷണം കഴിക്കലും കാരണം അവളുടെ വീട്ടുകാർക്ക് പോലും അവളെ ഒട്ടും ഇഷ്ടമല്ലാണ്ടായി. ആ സമയത്ത് തന്നെയാണ് ആ വീട്ടുകാർ തൻ്റെ അനിയത്തിക്ക്, അതായത് അബിയുടെ അനിയത്തി 3 വയസ്സ് ഇളയതായിട്ടുള്ള തൻ്റെ അനിയത്തിക്ക് കല്യാണം ഉറപ്പിക്കുകയും അത് നടത്താൻ തീരുമാനിക്കുകയും ചെയ്യുന്നത്. മൂത്താൾ നിൽക്കുമ്പോൾ ഇളയാൾ വിവാഹം കഴിക്കുകയാണ്. കാരണം ഇതെല്ലാം തന്നെ കണ്ടുകൊണ്ട് നിൽക്കുക കേട്ടോ പാവം അബി. അതിനുശേഷം തന്നെ വീട്ടിലെല്ലാവരും കൂടി ചേർന്നിട്ട് ഈ കല്യാണം നടത്തുമ്പോൾ എല്ലാ സ്ഥലത്തും ഓടി നടന്ന് ആ കല്യാണം ഗംഭീരമാക്കി കൊടുക്കുകയും അബി ചെയ്തു. അതിനുശേഷം തന്നെ അബി ആ വീട് വിട്ടിറങ്ങി, പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. എന്ന് ഒറ്റപ്പെട്ട് ജീവിച്ച ഒരു പാവം കുട്ടിയാണ് അബി. കാരണം അവളുടെ ഈ ബോഡി വെയ്റ്റ് കാരണം അവൾക്ക് എന്നും ഇൻസൾട്ടിങ് ആണ്. ഓവറായിട്ടുള്ള ഈ വിശപ്പും അവളെ നിയന്ത്രിക്കാൻ സാധിക്കാതെയായി. അങ്ങനെയാണ് അവൾ ഈ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവളെ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയാൻ വേണ്ടിയിട്ട്. അവൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും മെഡിസിൻ കഴിക്കാതെ ഉറങ്ങാൻ സാധിക്കില്ലായിരുന്നു. പക്ഷേ ഈ 3 ഫ്രണ്ട്സിൻ്റെ കൂടെ എത്തിയപ്പോൾ ഈ മെഡിസിൻ എനിക്ക് വേണ്ട, ഉറങ്ങാനുള്ള രീതിയിലാണ് അവൾ സംസാരിച്ചത് കേട്ടോ. പക്ഷെ നമ്മുടെ അഭിയെ നമുക്ക് തിരിച്ച് കൊണ്ടുവരണം, അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം. ശിവ പറയുന്നുണ്ട്, ഇനി ഇങ്ങനത്തെ ഒരു പാരൻസ് ഉണ്ടാവാൻ പാടില്ല. കാരണം എങ്ങനെയുണ്ടോ മക്കളെ വളർത്തുന്നത്, അതായത് അവർക്ക് എന്തിനാ ജന്മം കൊടുത്തത് പിന്നെ എന്ന് പറയുന്നുണ്ട്. എന്ത് ചെയ്യാനാ, ചിലവരൊക്കെ ഇങ്ങനെയുണ്ട്. അവൾ ഇനി ഒരിക്കലും അവരുടെ അടുത്തേക്ക് തിരിച്ചു പോകണ്ട എന്ന് പറയുന്നുണ്ട്. ഇനി അവൾ പോകുന്നു തോന്നുന്നില്ല. പക്ഷെ പാവ അബി ഇതൊക്കെ സഹിച്ചിട്ടാണല്ലോ ഇപ്പോഴും ജീവിക്കുന്നതെന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും അകത്തുനിന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. മറ്റൊന്നല്ല, തമിഴത്തെ ഒഴിപ്പിക്കാനായിട്ട് ബാബു നമ്പൂതിരി ഓരോരോ അടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഓടിപ്പോയോ എന്നെ തല്ലിക്കൊല്ലുന്നേ എന്നൊക്കെ പറയുന്നു. ശിവയാണെങ്കിലും എന്ത് പണിയാടോ കാണിക്കുന്നത്, ഇവളുടെ ദേഹത്തല്ല ബാധ കയറിയിരിക്കുന്നത്, ഇവിടെ ഞങ്ങളുടെ ജോലിക്കാരിയാണെന്നൊക്കെ പറയുന്നുണ്ട്. തൻ്റെ ഈ അഭ്യാസം ഇവിടെ നടക്കില്ലാമെന്നും പറയുന്നു. ആ സമയത്ത് ആരവിടെ ഒച്ച ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് അബി അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചുമന്ന സാരിയൊക്കെ കൊടുത്ത്, ഇവിടെ സാരിയൊന്നും ഉണ്ടായില്ലല്ലോ, പിന്നെ എങ്ങനെ ഇവൾക്ക് സാരി കിട്ടിയത്? മണിച്ചിത്രത്താഴിലെ ഗംഗയെ പോലെയാണ്, അവൾക്ക് എന്താ സംഘടിപ്പിക്കാൻ സാധിക്കാത്തത് എന്ന് നമ്മുടെ അഞ്ജുവും പറയുന്നുണ്ട് കേട്ടോ. എന്താടാ നിനക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ആ മാമ്പൂ നമ്പൂതിരിയെ അടിച്ചൊതുക്കി വീട്ടിലേക്ക് അയക്കുന്നുണ്ട് കേട്ടോ. ഓടിച്ച് അടിക്കുന്നുണ്ട് അബി. അതിനുശേഷം തന്നെ അബിക്ക് ബോധം പോവാട്ടോ. എല്ലാവരും കൂടി അബിയെ പിടിച്ചിട്ട് അകത്ത് കൊണ്ടുപോയി കിടത്തുന്നുണ്ട്. അങ്ങനെ ദയാണെങ്കിലോ നമ്മുടെ അബിയോട് പേഴ്സണലായിട്ട് കുറച്ച് സംസാരിക്കാമെന്ന് കരുതി അവളുടെ ഉപബോധ മനസ്സിൽ അവൾ എന്താണ് പറയുന്നത് ദയക്ക് അറിയണം, അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. അതിനുശേഷം തന്നെ തനിക്ക് എന്താണോ എന്നോട് പറയാനുള്ളത്, ഞാൻ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ദയാണ്
പറയടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തനിക്ക് എന്നോട് നേരിട്ട് തന്നെ പറയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അബി തൻ്റെ മനസ്സിലെ ആ കാര്യങ്ങളെല്ലാം തന്നെ വെട്ടി തുറന്ന് പറയുകയാണ്. ശ്രീനാഥിൻ്റെ കാര്യവും വർഷയുടെ കാര്യവും രണ്ടുപേരോടും എനിക്ക് പറയാൻ പറ്റാത്തതിൻ്റെ അവസ്ഥയും ശ്രീനാഥിനെ വിട്ട് കളയാൻ പറ്റാത്ത കാരണം എല്ലാം തന്നെ തുറന്ന് പറയാണ് ദയയോട്. അതിനുശേഷം തന്നെ പെട്ടെന്ന് താൻ ഒന്ന് ഫ്രഷായിട്ട് വായോ, ഞാൻ പോയിട്ട് തൻ്റെ ഫ്രണ്ട്സിനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അങ്ങനെ ഫ്രണ്ട്സ് ആണെങ്കിലോ നല്ല ഒരു ടെൻഷനിലോട് നിൽക്കുകയാണ്. എത്ര സമയമായി കൗൺസിലിംഗ് പോയിട്ട്, ഇതുവരെ ഒന്നും റിസൾട്ട് ആയിട്ടില്ലാവോ, നമുക്ക് ഇവിടുന്ന് പോയിട്ട് ചോദിക്കാൻ പറ്റില്ല, ഇവിടെ നിൽക്കി നമ്മുടെ നിവർത്തിയുള്ളൂ എന്ന് ശിവയും പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ദയ അങ്ങോട്ട് വരുന്നുണ്ട്. ദയ വന്നതിന് ശേഷം തന്നെ ദയ ആ സമയത്ത് തന്നെയാണ് പിന്നെ ദയാണെങ്കിലോ അബി എണീക്കെന്ന് പറഞ്ഞിട്ട് അബി എണീപ്പിക്കുന്നു. ഇതെന്ത് കോലമാണ് ഞാൻ എന്താ ഈ വേഷത്തിൽ, താൻ ഒരു കാര്യം ചെയ്യ്, ചെന്ന് ഫ്രഷ് ആവുക, അപ്പോഴത്തേനും തൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുന്നു കേട്ടോ. എന്നിട്ട് എന്തായി പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴത്തേനും അവൾക്ക് കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ചെറുപ്പത്തിൽ നടന്നിട്ടുള്ള പല കാര്യങ്ങളും മനസ്സിലുണ്ട്, ചിലത് അടി കിട്ടാത്തതിൻ്റെ പ്രശ്നവും കാണുന്നുണ്ട്. എന്തായാലും കൗൺസിലിംഗ് തീർന്നിട്ടില്ല, അവളോടൊന്ന് ഫ്രഷ് ആയിട്ട് വരാൻ പറഞ്ഞു, ബാക്കി ഞാനൊന്ന് സംസാരിക്കട്ടെ, നിങ്ങൾ ടെൻഷനായിട്ടാണ് നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരം തരണമല്ലോ, അതിനു വേണ്ടി ഞാൻ വന്നത്, നിങ്ങൾ പേടിക്കാനൊന്നുമില്ല, അവളെ നമുക്ക് ശരിയാക്കി എടുക്കാമെന്ന് പറയുന്നു. അങ്ങനെ അഭിയടുത്ത് ചെന്നിട്ട് താൻ ഡ്രസ്സൊന്നും മാറിയില്ലേ, ഫ്രഷ് ആയില്ലേ ചോദിക്കുന്നുണ്ട്. ശ്രീനാഥിൻ്റെയും വർഷയുടെ കാര്യമാണോ ഇപ്പോഴും മനസ്സിലുള്ളത്? അയ്യോ, താൻ ഇങ്ങനെ ഇതൊക്കെ അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. താൻ ഒരു കാര്യം ചെയ്യും, ഇത് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്നാമത് താനൊന്ന് ഫ്രഷ് ആവ്, തനിക്ക് വേണ്ട ഉപദേശങ്ങൾ ഞാൻ തരാം, അതിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം. വർഷയോടും ശ്രീനാഥിനോടും താൻ സംസാരിക്കണം, നേരിട്ട് കാര്യങ്ങൾ സംസാരിക്കണം, മനസ്സിൽ കൊണ്ട് നടക്കരുത്. ഇനി എത്രയും പെട്ടെന്ന് അതിനൊരു പ്രതിവിധി ഉണ്ടാക്കിയേ പറ്റുള്ളൂ എന്ന് പറയുന്നു. അതിന് ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്യാം. എൻ്റെ ഫ്രണ്ട്സ് ഇതെല്ലാം അറിഞ്ഞു, അവരൊന്നും അറിഞ്ഞിട്ടില്ല, ഞാൻ അറിയിച്ചിട്ടില്ല, പക്ഷേ എല്ലാത്തിനും ഒരു പരിഹാരം വേണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. താൻ ഫ്രഷ് ആവുമെന്ന് പറയുന്നു. അങ്ങനെ ഫ്രഷായിട്ട് നമ്മുടെ അബിയായിട്ട് തിരിച്ചു വരുന്നു കേട്ടോ. അതിനുശേഷം തന്നെ ഇനി ആരും അബിയോട് ആ കാഞ്ചനയെക്കുറിച്ച് ഇനി സംസാരിക്കരുത്, കാഞ്ചന ഇനി വരില്ല, ഇനി ഇടയ്ക്ക് ഞാൻ ഇങ്ങോട്ട് വന്ന് അബി ഒന്ന് കൗൺസിൽ ചെയ്യും, അല്ലെങ്കിൽ അബി എൻ്റെ അടുത്തിലേക്ക് വരണം, ഇന്ന് മുതൽ ഇവിടുത്തെ ഈ ചർച്ച നമുക്ക് നിർത്താമെന്നും പറയുന്നു. വീണ്ടും ദയ പറയുന്നുണ്ട്, അബിയുടെ ഈ കാഞ്ചന എന്ന കഥാപാത്രം ഞാനൊരു പുസ്തകമാക്കിയാലോ, ഞാൻ കുറച്ചൊക്കെ എഴുതുന്നുണ്ട്, അതൊക്കെ ആക്കിക്കോ, പക്ഷേ ഈ കാഞ്ചന പറഞ്ഞ വയസ്സായൊരു പ്രേതമാണല്ലോ എൻ്റെ ദേഹത്ത് കൂടിയത്, അല്ല ചുള്ളത്തി പ്രേതങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ കഴിച്ചിലായനെ എന്ന് പറയുന്നുണ്ട് അബിയുടെ പഴയ സ്വഭാവം പുറത്തിറക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അബിയുടെ പേര് വെച്ചിട്ടൊന്നും ആ ഒരു നോവൽ എടുക്കണ്ട, പേര് മാറ്റി പിടിച്ചാൽ മതിയെന്ന് പറയുന്നു. പേര് വെച്ചാലും എനിക്ക് പ്രശ്നമില്ല എന്ന് അബി പറയുന്നുണ്ട്. അതൊന്നല്ല, അബിക്ക് കല്യാണമൊക്കെ വരേണ്ടതല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അബിക്ക് ടെൻഷൻ ആവുന്നുണ്ട്. ആ ടെൻഷൻ ദയ മാറ്റുന്നുമുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വർഷയും ആച്ചക്കുട്ടിയെ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. വിവേക് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. പക്ഷേ നീ ജോലിക്ക് പോയില്ലേ? ഞാൻ കുറച്ച് സമയം പോയി, ഇനി അഞ്ചോ അതേപോലെ ശിവ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ മോളെ ഏൽപ്പിച്ചിട്ട് വേണം വീണ്ടും പോകാൻ, രാത്രി പിന്നെയും ഡ്യൂട്ടി എടുക്കണം എന്ന് പറയുന്നു. രാത്രി താൻ ഡ്യൂട്ടി എടുക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം ഈ കൊച്ചിയിൽ തന്നെ ആകെ പ്രശ്നമാണ്, രാത്രി സമയത്ത് തന്നെ പോലെ ഒരു പെൺകുട്ടി അങ്ങനെ പോയി കഴിഞ്ഞാൽ കുറേ കഞ്ചാവ് അടിക്കുന്ന ടീംസൊക്കെ കൂടുതലാണ്, അപ്പോൾ പ്രശ്നമാവുമെന്ന് പറയുന്നു. ജീവിക്കേണ്ടേ വിവേകെ, പേടിച്ചിരുന്ന കാര്യങ്ങൾ നടക്കുമോ? പിന്നെ ഏത് സമയത്തും ഞാനിന്ന് വിളിച്ച് ഓടി വരാനായിട്ട് വിവേക് തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ വിവേകിന് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നു.